ഹായ്! ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ബ്രെയിൻ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ്. ശരിക്കും നടന്ന ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് അല്ല, ശരിക്കും രോഗികളിൽ പരീക്ഷിച്ച് ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ്. അതായത് എപ്പിലെപ്സി എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അപസ്മാരം എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. അപസ്മാരം. അപസ്മാര രോഗികൾ നടത്തിയൊരു പരീക്ഷണമാണ്. എന്താണ് പരീക്ഷണം എന്ന് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. അതായത് പൊതുവേ നമ്മുടെ ബ്രെയിനിനെ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. ലെഫ്റ്റ് ബ്രെയിൻ എന്നും റൈറ്റ് ബ്രെയിൻ എന്നും. അപ്പോൾ ഈ ലെഫ്റ്റ് ബ്രെയിനെയും റൈറ്റ് ബ്രെയിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വയറുണ്ടെന്ന് സങ്കല്പിക്കുക. ആ വയറിൻ്റെ പേരാണ് കോർപ്പസ് കലോസം. അങ്ങനെ എന്തോ പേരാണ്. ഓക്കെ, പേര് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഈ വയർ നമ്മൾ കട്ട് ചെയ്ത് അതായത് ലെഫ്റ്റ് ബ്രെയിനെയും റൈറ്റ് ബ്രെയിനെയും കണക്ട് ചെയ്യുന്ന വയർ നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക. ഈ അപസ്മാരം ബാധിച്ച രോഗികളുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് അത് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ പൂർണ്ണമായിട്ട് ഇല്ലാതാകും. അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗവും ഇല്ലാതാകും. ഇത്തരം രോഗികളിലാണ് ഈ പരീക്ഷണം നടത്തിയത്. ഇനി കുറച്ച് ബേസിക് ഫാക്റ്റുകൾ പറയാം. അതായത് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനിൻ്റെ കഴിവുകളാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതും എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റുന്നതും കാരണങ്ങൾ കണ്ടെത്തുന്നതും എല്ലാം നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനിൻ്റെ കഴിവാണ്. എന്നാൽ റൈറ്റ് ബ്രെയിനിൻ്റെ കഴിവുകൾ റൈറ്റ് ബ്രെയിൻ സംസാരിക്കാൻ പറ്റത്തില്ല, പക്ഷേ വേർഡ്സ് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ഒരു ആക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ റൈറ്റ് ബ്രെയിനിൻ്റെ കഴിവുകളാണ്. ഇനി എക്സ്പെരിമെൻ്റ് പറയാം. അതായത് ഈ പേഷ്യൻറ്റിൻ്റെ മുമ്പിൽ ഒരു വൈറ്റ് ബോർഡ് വെക്കും. എന്നിട്ട് ഈ പേഷ്യൻറ്റിനോട് പറയും, സ്ക്രീനിൻ്റെ നടുക്ക് ഉള്ള ആ ഡോട്ടിലേക്ക് ശ്രദ്ധിക്കാൻ പറയും. കണ്ണുകളൊന്നും അനക്കാതെ ആ ഡോട്ടിലോട്ട് മാത്രം ശ്രദ്ധിച്ചിരിക്കാൻ പറയും. ഓക്കെ, എന്നിട്ട് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വേർഡ്, ഈ നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ കേസിൽ വോക്ക്, അതായത് നടക്കുക എന്ന് പറയുന്ന അർത്ഥം വരുന്ന വോക്ക് എന്ന വേർഡ് വളരെ ഫാസ്റ്റായിട്ട് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ നമ്മുടെ കണ്ണിൻ്റെ വയറിങ് കാരണം ആ വേർഡ് റൈറ്റ് സൈഡിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ആ വേർഡ് റൈറ്റ് ബ്രെയിനിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലെഫ്റ്റ് ബ്രെയിനിന് അത് കാണാൻ പറ്റില്ല. ഇതാണ് ആ എക്സ്പെരിമെൻറ്റിൻ്റെ കോർ. അപ്പോൾ ആ കാണിച്ച വേർഡ് വോക്ക് എന്നാണ്, അതായത് നടക്കുക എന്നതാണ്. അപ്പം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചാൽ ഈ രോഗി എണീറ്റ് ആ റൂമിൻ്റെ വെളിയിലോട്ട് നടക്കും. അപ്പോൾ റിസർച്ചേഴ്സ് രോഗിയോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ എണീറ്റ് നടന്നത്? അപ്പോൾ അവർ കുറച്ച് കാരണങ്ങൾ കൊടുക്കും. അതായത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ, ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ അവർ പറയും. അവർ കൊടുക്കുന്ന കാരണങ്ങൾ പലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് ഇച്ചിരി ദാഹിച്ച് വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാണ്, അല്ലെ കുറച്ച് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണ്, അല്ലെ എൻ്റെ നടുവൊന്ന് നിവർത്തണം അതിനിറങ്ങിയാണ്. ഇങ്ങനെ പല കാരണങ്ങളും ഒരു കൺഫ്യൂഷൻ പോലും ഇല്ലാതെ അവർ പറയും. ഇത് പ്രധാനമാണ്. കാരണം റൈറ്റ് ബ്രെയിനിന് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഉത്തരം പറയുന്നത് ലെഫ്റ്റ് ബ്രെയിനാണ്. പക്ഷേ ലെഫ്റ്റ് ബ്രെയിൻ വോക്ക് എന്ന് പറയുന്ന വാക്ക് ആ വേർഡ് എന്തായാലും കണ്ടിട്ടില്ല. എന്നാലും ഈ പേഷ്യൻ്റ് കോൺഫിഡൻ്റ് ആയിട്ട് പറയും, ഈ കാരണങ്ങൾ, ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അവർ കള്ളം പറയുന്നതല്ല, അവർ ശരിക്കും അത് വിശ്വസിക്കുന്നതാണ്. അങ്ങനെയാണ്, അതാണ് കാരണമെന്ന്. പക്ഷേ റിസർച്ചേഴ്സിന് അറിയാമല്ലോ ഇതല്ല കാരണം. ശ്രദ്ധിക്കണം, അവർ കള്ളം പറയുമല്ല, അവർ പക്ഷേ ഒരിക്കലും എനിക്കറിയില്ല എന്ന് പോലും പറയുന്നില്ല. അവരുടെ റീസൺസ് ഒക്കെ ഭയങ്കര ന്യായവുമായിരിക്കും. പറയാൻ മനസ്സിലായോ? പക്ഷേ നമുക്കറിയാലോ അത് തെറ്റാണെന്ന്. നമുക്ക് ഇൻ ദ സെൻസ് റിസർച്ചേഴ്സിന് അറിയാലോ അത് തെറ്റാണെന്ന്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ റൈറ്റ് ബ്രെയിൻ ആ വേർഡ് കണ്ടു, റൈറ്റ് ബ്രെയിൻ ആക്ഷനും സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നടക്കാനും തുടങ്ങി. ലെഫ്റ്റ് ബ്രെയിൻ ശരീരം മൂവ് ചെയ്യുന്നത് കണ്ടപ്പോൾ സ്വയം ചോദിക്കുന്നു, ഞാനിതിനെ മൂവ് ചെയ്യുന്നത്? ലെഫ്റ്റ് ബ്രെയിന് ശരിയായിട്ടുള്ള കാരണം ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഉടനെ ലെഫ്റ്റ് ബ്രെയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു കഥയങ്ങ് എഴുതും. എനിക്കൊന്ന് നടക്കണമെന്നോ, എനിക്കൊന്ന് നടന്നു നിർത്തണമെന്നോ. ആ കഥയങ്ങ് എഴുതിയിട്ട് അതങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിക്കും നമ്മുടേതാണോ, അതോ തീരുമാനം എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന കഥയാണോ നമ്മുടെ ജീവിതം? ഈ എക്സ്പെരിമെൻ്റ് ഒരു വട്ടമല്ല, പല തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. ആദ്യം ആക്ഷൻ നടക്കും, എന്നിട്ട് എക്സ്പ്ലനേഷൻ നമ്മുടെ ബ്രെയിൻ അങ്ങ് ഉണ്ടാക്കും, എന്നിട്ട് നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും. എന്നിട്ട് ഞാനാണ് ആ പ്രവൃത്തി ചെയ്തതെന്ന് അങ്ങ് സംശയമില്ലാത്ത രീതിയിൽ നമ്മുടെ തലച്ചോറിൽ കിടക്കും. ശരിക്കും ഇത് ബ്രെയിൻ എക്സ്പെരിമെൻ്റ് ആണെങ്കിലും ഇത് ഫ്രീ വിൽ എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം തരുന്നുണ്ട്. ഫ്രീ വിൽ എന്ന് നമ്മൾ കരുതുന്ന സാധനം നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല.
അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ട ഈ എക്സ്പെരിമെൻറ്റ്. നമ്മൾ വിചാരിക്കുന്നത് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നു. പക്ഷേ ഈ എക്സ്പെരിമെൻ്റ് കാണിക്കുന്നത് ബ്രെയിൻ ആദ്യം ആക്ട് ചെയ്യും, പിന്നെ ബ്രെയിൻ പറയും ഞാൻ അത് ഡിസൈഡ് ചെയ്തു. ശരിക്കും നേരെ തിരിച്ചാണ്. നമ്മൾ ഈ ഞാൻ എന്ന് പറയുന്ന അനുഭവിക്കുന്ന ആ വോയിസ്, നമ്മുടെ തലച്ചോറിലുള്ള ആ വോയിസ് സത്യത്തിൽ ഡിസിഷൻ മേക്കർ അല്ല, അതൊരു നരേറ്റർ മാത്രമാണ്. നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ സത്യത്തിൽ നമ്മുടെ ബോസ് അല്ല. ഓൾറെഡി നടന്ന ഒരു ആക്ഷന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒരു സെക്രട്ടറി മാത്രമാണ് ആര്, നമ്മുടെ ബ്രെയിൻ. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് കാണിക്കുന്നത് ഫ്രീ വിൽ അവിടെ ഇല്ലെന്നാണ്. എന്നാൽ ഫ്രീ വിൽ ഉണ്ടെന്നുള്ള ബോധം ഭയങ്കര അന്തർലീനമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. എൻ്റെ തീരുമാനങ്ങളെല്ലാം ഞാനാണ് എടുക്കുന്നതെന്ന് ഉത്തമ ബോധ്യം നമുക്കുണ്ട്, റൈറ്റ്? പക്ഷെ അതൊരു ഇലൂഷൻ മാത്രമാണ്. നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒരു സിംഗിൾ കൺട്രോളർ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഫ്രീ വിൽ ഇല്ലാത്തത്. നമ്മുടെ തലച്ചോറിലെ പല ഭാഗങ്ങൾ പല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇതുകൊണ്ടാണ് നമ്മുടെ ചിന്തയുടെ കേന്ദ്രം കണ്ടെത്താൻ പറ്റാത്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബയോളജിക്കൽ മെഷീനാണ്, വെറും ബയോളജിക്കൽ മെഷീൻ. നമ്മൾ വെറും ബയോളജിക്കൽ മെഷീൻ ആണെങ്കിലും നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഈ ഫീലിങ്സും ആഹ്ലാദവും സന്തോഷവും എല്ലാം നമ്മൾ വേറെ എന്തൊക്കെയോ ആണ്. നമ്മളൊരു എൻറ്റിറ്റിയാണ്, നമ്മളൊരു ജീവിയാണെന്നുള്ളൊരു ബോധം നമ്മളിങ്ങനെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പോലും ഉള്ള അധികാരമില്ല. നമ്മൾ എന്താ പറയുക, ഒരു കുറേ പ്രോസസ്സുകളുടെ എൻഡ് റിസൾട്ട് മാത്രം. അതായത് ഒരു കോസ്മിക് ലെവലിൽ നിന്ന് നോക്കിയാൽ സത്യത്തിൽ ഈ മനുഷ്യ ജീവിതം വെറും കോമഡിയാണ്. പണ്ടാരോ പറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നവർക്ക് ലോകം ട്രാജഡിയാണ്, എന്നാൽ ചിന്തിക്കുന്നവർക്ക് ലോകം കോമഡിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ എക്സ്പെരിമെൻ്റ് കാണിക്കുന്നത് നമ്മൾ നമ്മുടേതാണെന്ന് പറയുന്ന പല തീരുമാനങ്ങളല്ല, എല്ലാ തീരുമാനങ്ങളും ശരിക്കും നമ്മളുടേതല്ല. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ there is no free will. Free will is an illusion. Bye.